Voice of Marketing, in touch with positive people. വെൽക്കം ടു വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. എന്തുകൊണ്ടാണ് കസ്റ്റമർ, ഉപഭോക്താവ് നമ്മുടെ ബിസിനസ് വിട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് കസ്റ്റമർ നമ്മളെ വിട്ടു പോകുന്നത്? ആ ഒരു ഫോക്കസിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ, ഒരു കസ്റ്റമറെ, ഒരു ഉപഭോക്താവിനെ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ്, നിലവിലുള്ള ഒരു ഉപഭോക്താവിനെ, കസ്റ്റമറെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബിസിനസ് സക്സസിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗം. പിന്നെ എന്തുകൊണ്ടായിരിക്കും കസ്റ്റമർ നമ്മളെ വിട്ടു പോകുന്നത്? ഒരു പുതിയ കസ്റ്റമറെ കണ്ടെത്തി നമ്മുടെ പ്രോഡക്റ്റായിട്ട് ഉള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല കസ്റ്റമറെ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അതിൻ്റെ എഫോർട്ട് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടായിരിക്കും കസ്റ്റമർ നമ്മളെ വിട്ട് പോകുന്നത്? അത് വലിയൊരു ചോദ്യചിഹ്നമാണല്ലേ. നമ്മുടെ ക്വാളിറ്റി മോശമായത് കൊണ്ടാണോ? എന്താ പിന്നെ കാര്യം? വില കൂടിയത് കൊണ്ടാണോ? അതർ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ശല്യം ഉള്ളത് കൊണ്ടാണോ? ഇതൊന്നുമല്ല. നമ്മളിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു കസ്റ്റമർ നമ്മളെ വിട്ടു പോകുന്നത്. ആ ഒരു ഇഷ്യൂയിലേക്ക്, എന്തെല്ലാം ഇഷ്യൂ കൊണ്ടാണ്, എന്തെല്ലാം പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് ഉപേക്ഷിച്ച് ആ കസ്റ്റമർ പോകുന്നത്? അതിനെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കാം. ആ ചിന്തകളിലൂടെ പുതിയ ഒരു ആശയം, പുതിയ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് ഉറപ്പായിട്ടും ഗ്രോത്ത് തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ വോയിസ് ഓഫ് മാർക്കറ്റിംഗ് സഞ്ചരിക്കുന്നു. ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിഡറേഷൻ. പരിഗണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഏത് ബിസിനസ് സംരംഭം നടത്തുന്നവരും ആദ്യം എഴുതി ചേർക്കേണ്ട ഒരു കാര്യമാണ് കൺസിഡറേഷൻ. കസ്റ്റമറെ കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. ടൗണിലായിട്ട് വളരെ തിരക്കുള്ള ഒരു ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. ചെറിയ ചായക്കടയാണ്. 4 മണിക്കൊക്കെ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ 2 പ്രാവശ്യം ഒരു കസ്റ്റമർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, ആ ചെറിയ ചായക്കട നടത്തുന്ന ആ ചേട്ടനറിയാം അവർ എന്താണ് കഴിക്കുന്നത്. അവർക്ക് കോഫിയാണോ, ചായയാണോ, കട്ടനാണോ, പുതിന ഇട്ട കട്ടനാണോ, അവർ കഴിക്കുന്നത് പഴംപൊരിയാണോ, പരിപ്പോടെയാണോ, എന്താണ് കഴിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആ ചേട്ടൻ അറിയാം. കൺസിഡർ ചെയ്യുന്നു ആ ചായക്കട ചേട്ടൻ. ശരിക്കും നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരെയും കൺസിഡർ ചെയ്യാൻ ഏത് കോട്ടിട്ട ബിസിനസ്സുകാരനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൺസിഡർ ചെയ്യുക. അഹങ്കാരം മനസ്സിൽ നിന്ന് മാറ്റുക. കസ്റ്റമറെ മനുഷ്യനായിട്ട് കാണുക. അവൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുക. പരിഗണന, കൺസിഡർ, വീണ്ടും വീണ്ടും പറയുന്നു. ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പരിഗണിച്ചാൽ നമ്മുടെ ബിസിനസ് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണെങ്കിൽ, അവർക്ക് 1, 2, 3 സൈസ് കണ്ടാലും, ടൈപ്പ് കണ്ടാലും, കളർ കണ്ടാലും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ശരിയല്ലേ? എടുത്തു തരുന്ന സെയിൽസ് പേഴ്സന്റെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ മാറി മാറി വേറെ വേറെ വസ്ത്രങ്ങൾ എടുത്തിടുമ്പോഴും ആ സെയിൽസ് പേഴ്സൺ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ ഫേസ് മാറരുത്. ഇവരെ കൊണ്ട് തോറ്റു, കഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇവരറിഞ്ഞ് എടുക്കുന്നില്ല, മനുഷ്യനെ ചിറ്റിക്കാനായിട്ട് വന്ന് കയറിയേക്കാണ്, സമയം കളയാൻ. അങ്ങനെയൊന്നും ചിന്തിക്കാതെ കൃത്യമായിട്ട് സർവീസ് ചെയ്യാൻ, കസ്റ്റമർക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ, അവരെ കൺസിഡർ ചെയ്യാൻ, അവരെ പരിഗണിക്കാൻ, അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, അതിന് ശീലിച്ചാൽ ഒന്ന് ബാക്കിയൊക്കെ ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തേക്കാം.
ക്വാളിറ്റിയുടെ കാര്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാം, പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു പരിധി വരെ നെഗോഷിയേറ്റ് ചെയ്യാം. പക്ഷെ പെരുമാറ്റം, കൺസിഡറേഷൻ അത് മഹത്തരമായിരിക്കണം, അത് മഹനീയമായിരിക്കണം, നിറഞ്ഞ പുഞ്ചിരി ഫേസിലുണ്ടാകണം. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങളെന്ന ബിസിനസ്സുകാരന് സാധിച്ചാൽ, ആ കസ്റ്റമർ ഒരിടത്തും പോകില്ല. അവർ തിരിച്ച് നിങ്ങളെ തേടി നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് തന്നെ വരും എന്നത് റിയാലിറ്റിയാണ്, 100% സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യമാണ്. ചില സ്ഥാപനങ്ങൾ കസ്റ്റമർ റീടെൻഷന് വേണ്ടിയിട്ട്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ആഫ്റ്റർ സർവീസിന് വേണ്ടിയിട്ട് സ്റ്റാഫുകളെ വരെ അപ്പോയിൻ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സ്റ്റാഫുകളെ വരെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത്രമാത്രം കസ്റ്റമർ റീടെൻഷനും, ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞിരിക്കണം? ഒരു ബിസിനസ്സുകാരന് കഴിഞ്ഞിരിക്കണം. പണം കിട്ടുന്നവരെ ഒരു സ്വഭാവം, പണം കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു സ്വഭാവത്തിലേക്ക് പോകരുത്. നമ്മുടെ നാട്ടിൻപുറത്ത് ഞങ്ങൾ പറയുന്നതാണ്, പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നാൽ കോരായണ കോരായണ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പ്രതിസന്ധി എപ്പോഴാണ്? ഒരു ബിസിനസ്സുകാരന് ആ ബിസിനസ് ക്ലോസ് ചെയ്യുന്നവരെ, അവരുടെ പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നവരെ. നമ്മുടെ പ്രതിസന്ധി കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞല്ലോ. പിന്നെ ആരാണ് ആ പ്രതിസന്ധി അനുഭവിക്കേണ്ട വ്യക്തി? ആ പ്രോഡക്റ്റ് കൊടുത്ത വ്യക്തി. ഒരു ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് കംപ്ലൈന്റ് വന്നാൽ സഡൻ ആയിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റണം, പെട്ടെന്ന് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റണം, സഡൻ ആയിട്ട് ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞ് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുത്താൽ ഒരു കാരണവശാലും കസ്റ്റമർ ആ ബിസിനസ് വിട്ടു പോകില്ല. ഇത് മറ്റൊരു റിയാലിറ്റിയാണ്. 100%, 100% സത്യമുള്ള ഒരു കാര്യമാണ്. ചില ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? തുടക്കത്തിൽ, ആരംഭത്തിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ, ആരംഭത്തിൽ ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് റോ മെറ്റീരിയൽ, ബെസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ബെസ്റ്റായിട്ട് കൊടുക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? ബിസിനസ് കൂടിക്കൊണ്ടിരിക്കും. ബിസിനസ് കൂടി ഒരു ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുന്ന, ഒരു സാച്ചുറേഷന് മുമ്പായിട്ട് തന്നെ, ആ ഗ്രോത്തിൽ നിൽക്കുമ്പോൾ തന്നെ അത് സാച്ചുറേഷനിൽ വരാതിരിക്കാൻ നോക്കേണ്ടത് ആ ബിസിനസ് സംരംഭം നടത്തുന്നവരുടെ ഉത്തരവാദിത്വമാണ്. ശരിയാണല്ലോ? അതിന് പകരം അവരെന്താ ചെയ്യുന്നത്? ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നു, ക്വാളിറ്റി കുറയ്ക്കുന്നു. ആദ്യം ഉപയോഗിച്ച റോ മെറ്റീരിയൽ ആയിരിക്കില്ല പിന്നീട് ഉപയോഗിക്കുന്നത്. ക്വാളിറ്റി കുറഞ്ഞ റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ലേബേഴ്സിൽ ശ്രദ്ധയില്ലായ്മ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് ആ പ്രോഡക്റ്റിൻ്റെ മൂല്യം കുറയുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബേക്കറിയിൽ പോയി നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഫുഡ് നിരന്തരം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ദിവസം അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരുന്നു, ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ഫുഡൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, ഇത് മോശമായി തുടങ്ങി. ചില ഹോട്ടലുകളൊക്കെ നമ്മൾ നിരന്തരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വെജ് മീൽസും അല്ലാത്തതുമായ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ആദ്യത്തെ ആ ക്വാളിറ്റി ഇവർക്കില്ല എന്ന് പറയേണ്ടി വരും. അതിൽ അവർ ലേബേഴ്സിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, റോ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഉറപ്പുള്ള കാര്യമാണ്, ഏത് പ്രോഡക്റ്റ് ആയാലും, ഇന്ന് വിപണിയിലുള്ള ഏത് തരം ബ്രാൻഡിൽപ്പെട്ട പ്രോഡക്റ്റുകളായാലും, ക്വാളിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ ഒരു കസ്റ്റമർക്ക്, ഒരു മാർക്കറ്റർക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ക്വാളിറ്റി മോശമായാൽ കസ്റ്റമർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറാണ്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത്
ക്വാളിറ്റി കുറയ്ക്കുന്നു. അപ്പോൾ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒരു ഹാപ്പി കസ്റ്റമർ ആകാൻ ആ സ്പെസിഫൈഡ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഉപേക്ഷിച്ച് കസ്റ്റമർ പിന്മാറുന്നു. അതുകൊണ്ട് എന്ത് വേണം? ക്വാളിറ്റി കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ ഒരു ബിസിനസ് സംരംഭം നടത്തുന്ന വ്യക്തിക്ക് സാധിച്ചിരിക്കണം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നാട്ടിൻ പുറങ്ങളിൽ പോലും ഗൂഗിൾ പേ, ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിങ്, അതിലൂടെയുള്ള ഇൻഫോർമേഷൻ കൊടുത്താണ് ഓരോ പ്രോഡക്റ്റും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വില്ലേജ് ഏരിയകളിൽ ചെന്നാൽ പോലും പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഗൂഗിൾ പേ വഴിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യാതെ കൃത്യം പൈസ വാങ്ങിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമർ നോക്കുന്നത് വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ നടത്തണം, വേഗത വേണം, എല്ലാ കാര്യങ്ങൾക്കും വേഗത വേണം. അങ്ങനെ ഒരു ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരിക്കരുത്. അത് ഇന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് വരെ ഗൂഗിൾ പേ സംവിധാനമുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പല ഷോപ്പുകളിലും പല ബിസിനസ് സംരംഭങ്ങളിലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതായിട്ട് ഇന്നുണ്ട്. പക്ഷെ ആ സംവിധാനത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അപ്ഡേഷൻ ആവുകയും കസ്റ്റമർക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് അയാളുടെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കയറാനും സാധിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്ത ഷോപ്പാണെങ്കിൽ, ഒരു ബിസിനസ് സംരംഭമാണെങ്കിൽ അതുള്ള സ്ഥാപനത്തിലേക്ക് പോകാൻ തയ്യാറാകും. അതുകൊണ്ട് തന്നെ പുതിയ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ അവസ്ഥകളെ കുറിച്ചിട്ട് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാര്യക്ഷമമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.